നമസ്കാരം, മങ്കി ആണ്. നമുക്ക് കുറച്ച് EPL-നോടും ചാമ്പ്യൻസ് ലീഗിനോടൊക്കെ വിട പറഞ്ഞ് വേറെ രണ്ട് ഭൂഖണ്ഡങ്ങളിലേക്ക് പോവാം. അവിടെ തകർത്താടിക്കൊണ്ടിരിക്കുന്ന രണ്ട് അർജന്റീനക്കാരെ കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത്. അതിലൊന്നാമത്തെ ആള് അർജന്റീനക്കാരുടെ എപ്പോഴത്തെയും പ്രിയപ്പെട്ട ഇതിഹാസമായ ഹെർണൻ ക്രെസ്പോ ആണ്. അർജന്റീനയുടെ പ്രതിഭാധാരാളിത്തമുണ്ടായ 2006 വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി 3 ഗോളുകൾ നേടിയ ക്രെസ്പോ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു എങ്കിൽ ഇപ്പൊ കാണുന്ന ഒരു ലയണൽ മെസ്സിയുടെയോ എർലിംഗ് ഹാലൻഡിന്റെയോ എംബാപ്പയുടെയോ ഒക്കെ അതേ ഫാൻ ബേസ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയോ സിലാട്ടൻ ഇബ്രാഹിമോവിച്ചിന്റെയോ ഫാൻ ബേസ് അർഹതപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പൊ ഒരു കോച്ചിന്റെ മേലങ്കി എടുത്ത് അണിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം AFC ചാമ്പ്യൻസ് ലീഗിൽ ഒരു സംഭവബഹുലമായ ഒരു കഥയുണ്ടായി. അൽ ഹിലാൽ എന്ന സൗദിയിലെ ഏറ്റവും മികച്ച ക്ലബിനെ തോൽപ്പിച്ചുകൊണ്ട് 5-4 അഗ്രിയത്തോടെ തോൽപ്പിച്ചുകൊണ്ട് അൽ എയിൻ എന്നൊരു ക്ലബ്ബ്, UAE ക്ലബ്ബ് AFC ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ അധികം ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇത് ക്രെസ്പോയുടെ ഒരു മധുര പ്രതികാരം കൂടിയാണ്. കാരണം 2023 AFC ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ അൽ ഹിലാലിനോട് 7-0 ക്രെസ്പോയിന്റെ ടീം തോറ്റായിരുന്നു, അൽ ദുഹൈൽ എന്നൊരു ടീം. അവിടെ നിന്നാണ് ക്രെസ്പോ പിന്നീട് അൽ എയിനിലേക്ക് എത്തുന്നത്. ആ ഒരു യുവ പ്രതിഭകളുള്ള ഒരു ടീമിനെ ഇത്തവണ കൊണ്ടുവന്നിട്ട് അൽ ഹിലാലിനെ പോലെ ഒരു ടീമിനെ 5-4 ഗ്രേഡിൽ തോൽപ്പിച്ച് ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്ത് മനുഷ്യനാണെന്ന് ആലോചിക്കണം. കാരണം കളിക്കാരനെന്ന നിലയിൽ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് ശേഷം അർജന്റീനക്കാർ ഇത്രയധികം പ്രണയിച്ച മറ്റൊരു താരം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഒരു കഥകളിൽ കൂടിയാണ് ക്രെസ്പോനെ കൂടുതൽ അറിയാൻ പറ്റുന്നത്. 2006 കളികൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഒരു കളിക്കാരൻ വിരമിച്ചതിന് ശേഷം സാവോ പോളോയിൽ, പിന്നെ അതിനുശേഷം അൽ ദുഹൈൽ, അങ്ങനെ കുറച്ച് ടീമുകളിൽ പരിശീലിപ്പിച്ചതിന് ശേഷം അൽ എയിൻ എന്നൊരു ക്ലബിലേക്ക് എത്തിച്ചേരുകയും സൗദി പ്രോ ലീഗ് ഇത്രമാത്രം പോപ്പുലർ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിലെ ഏറ്റവും മികച്ച ക്ലബിനെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ, അത് അൽ നാസറിനെ കൊട്ടി അതിനുശേഷം വന്നിട്ടാണ് അൽ ഹിലാലിന് ഇട്ടൊരു കൊട്ട്. അങ്ങനെ രണ്ട് ടീമിനെയും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് AFC ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് അൽ എയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹെർണൻ ക്രെസ്പോ ഒരുപക്ഷെ സ്കലോണിക്ക് ശേഷം ഒരുപക്ഷെ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ്റെ അർജന്റീനയുടെ ഒരു കോച്ചായി പോലും നമ്മൾ മനസ്സിൽ കാണുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു താരമാണ്, ഒരു കോച്ചാണ് ഹെർണൻ ക്രെസ്പോ. അങ്ങനെയാണ് ഹെർണൻ ക്രെസ്പോയുടെ കഥ. ഇനി അടുത്ത് പറയാനുള്ള അർജന്റീനക്കാരന്റെ പേര് ലോകമെമ്പാടും പരിചയമുള്ള, നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട, ആടുജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം ലയണൽ മെസ്സിയെ കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം മാത്രമാണ് MLS, അതായത് അമേരിക്കൻ ലീഗിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ MLS കാര്യമായ ഒരു മുന്നേറ്റം ഇന്റർ മിയാമിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞില്ല. കാരണം ഇഞ്ചുറി ആയിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ, ഇന്റർ മിയാമിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കപ്പ്, ലീഗ്സ് കപ്പ് നേടിക്കൊടുത്തത് ലയണൽ മെസ്സിയുടെ ഒറ്റയാൾ പോരാട്ടം കൊണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സീസണിൽ ഇഞ്ചുറി പറ്റി MLS കാര്യമായി മുന്നേറ്റം നടത്താൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ട്രോളുകളും മീമുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷെ ഈ മനുഷ്യൻ ഇത്തവണത്തെ സീസണിൽ ഇന്റർ മിയാമിയുടെ സ്ഥാനം ഇപ്പോൾ ലീഗിൽ ടോപ്പിലെത്തിച്ചിരിക്കുകയാണ്. ഇതിനോടകം 9 കളിയിൽ നിന്ന് 14 ഗോൾ കോൺട്രിബ്യൂഷൻ, അത് 36ാമത്തെ വയസ്സിൽ. ഈ മനുഷ്യൻ ഒരു ലീഗിൽ ഏറ്റവും മോശം, ഒന്നിനും കൊള്ളില്ലാത്തൊരു ടീമിലേക്ക് വന്ന ആ ടീമിനെ ലീഗിന്റെ തലതൊട്ടപ്പത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഹീറോയിസ് ഒക്കെ ഈ അടുത്ത കാലത്ത് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഒരു പക്ഷേ ഇനിയുള്ള കളികളിൽ ജോർഡി ആൽബ, സ്വാരസ്, മെസ്സി, ബുസ്കറ്റ്സ് സഖ്യത്തിന് വീണ്ടും ഇന്റർ മിയാമിക്ക് വേണ്ടി കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് ഇനിയും കുറച്ച് ഫിക്സ്റ്റേഴ്സും കൂടി ഇന്റർ മിയാമിക്ക് വേണ്ടി മെസ്സിക്കുണ്ട്. ഇഞ്ചുറി പ്രോൺ അല്ലാത്തൊരു മെസ്സി തന്നെ കോപ്പ അമേരിക്കയ്ക്ക് എത്തട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഇനി അടുത്ത തവണ കാണാം.